Hi all, welcome to Eduvalley. നമ്മൾ ഇന്ന് നെറ്റ്വർക്കിംഗ് ഡിവൈസസിനെ കുറിച്ചിട്ടുള്ള ഭാഗമാണ് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ നെറ്റ്വർക്കിംഗ് ഡിവൈസ് നമുക്കറിയാം, മോഡം ഉണ്ട്, ബ്രിഡ്ജ് ഉണ്ട്, ഹബ്ബ്, സ്വിച്ച്, ഗേറ്റ്വേ, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ആ ഓരോ ടേമും പ്രധാനപ്പെട്ട പോയിന്റുകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് കേട്ടോ. അപ്പോൾ മോഡം ആണ് ആദ്യം നമ്മൾ നോക്കുന്നത്. മോഡത്തിൻ്റെ ഫുൾ ഫോം അറിഞ്ഞിരിക്കുക, മോഡുലേറ്റർ ആൻഡ് ഡീമോഡുലേറ്റർ. അതായത് മോഡം എന്ന് പറയുന്ന ആ ചെറിയൊരു ഡിവൈസിനകത്ത് മോഡുലേഷനും നടക്കുന്നുണ്ട്, ഡീമോഡുലേഷനും നടക്കുന്നുണ്ട്. എന്ന് പറയുമ്പം കുറച്ചും കൂടി ഡീപ്പായിട്ട് പറയുവാണെങ്കിൽ, ഇറ്റ് ഈസ് എ ഡിവൈസ് ദാറ്റ് ആക്ട് ആസ് എ അനലോഗ് ആൻഡ് ടു ഡിജിറ്റൽ ആൻഡ് ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടർ. അപ്പം ഞാൻ പറഞ്ഞു മോഡം എന്ന് പറയുന്നത് മോഡുലേറ്റർ ആൻഡ് ഡീമോഡുലേറ്റർ എന്നാണെന്ന് പറഞ്ഞു. അപ്പോൾ മോഡുലേറ്റർ സൈഡിൽ എന്ത് സംഭവിക്കുന്നു? അനലോഗ് സിഗ്നലിനെ ഡിജിറ്റൽ സിഗ്നലാക്കി മാറ്റുന്നു. ഡീമോഡുലേറ്റർ സൈഡിലോ എന്ത് ചെയ്യും? ഡിജിറ്റൽ സിഗ്നലിനെ അനലോഗ് സിഗ്നലായിട്ട് കൺവേർട്ട് ചെയ്യും. അപ്പോൾ ഈ രണ്ട് കാര്യവും എവിടെ നടക്കുന്നുണ്ട്? മോഡത്തിനകത്ത് നടക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ ടെലിഫോൺ കോൺവെർസേഷൻ നോക്കിയേ. ഞാനിപ്പോൾ നിങ്ങളെ ഇവിടുന്ന് ഫോൺ വിളിച്ചു, എന്നിട്ട് ഞാൻ ഇവിടുന്ന് ഹലോ എന്ന് പറഞ്ഞു. ആ ഹലോ എന്ന് പറഞ്ഞത് ഞാൻ ടെലിഫോൺ വഴിയാണ് വിളിച്ചതെന്ന് കൂടെ ആലോചിക്കുക. അപ്പോൾ ആ ഹലോ എന്ന് പറഞ്ഞത് ടെലിഫോണിൻ്റെ ലൈനിനകത്ത് റിസീവറിനകത്ത് ഒരു മോഡം ഉണ്ട്, കേൾക്കുന്നിടത്തും ഒരു മോഡം ഉണ്ട്, രണ്ടുപേരുടെ അടുത്തും മോഡം ഉണ്ടല്ലോ അല്ലേ. അപ്പം ഞാൻ നിങ്ങളെ വിളിച്ചു, അപ്പം എൻ്റെ കയ്യിലുള്ള മോഡം എന്ത് ചെയ്തു? ഞാൻ ഹലോ എന്ന് പറഞ്ഞ ആ ശബ്ദമാണ് അനലോഗ് സിഗ്നൽ അല്ലേ. ഞാൻ പറഞ്ഞ ആ ശബ്ദമാണ് അനലോഗ് സിഗ്നൽ. ആ അനലോഗ് സിഗ്നലിനെ ആ കറസ്പോണ്ടിങ് എന്താക്കി മാറ്റും? ഡിജിറ്റൽ സിഗ്നലാക്കി മാറ്റും. എന്നിട്ട് ത്രൂ ഔട്ട് ആ ഒരു ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തിട്ട് നിങ്ങളുടെ അടുത്ത് എത്തും. നിങ്ങളുടെ അടുത്ത് എത്തുമ്പോൾ അത് എന്ത് സിഗ്നലാ? ഡിജിറ്റൽ സിഗ്നലാ. പക്ഷെ നിങ്ങൾ കേൾക്കുന്നത് എന്താ? അനലോഗ് സിഗ്നലാ. അപ്പോൾ ആ ഡിസ്റ്റൻസ് അത്രയും ട്രാവൽ ചെയ്ത് വന്ന ഡിജിറ്റൽ സിഗ്നല് റിസീവറിൻ്റെ അടുത്ത് എത്തിക്കഴിയുമ്പോൾ എന്താവും? റിസീവറിൻ്റെ അടുത്തുള്ള മോഡം എന്താക്കി മാറ്റും? ആ ഡിജിറ്റൽ സിഗ്നലിനെ തിരിച്ച് പഴയ അനലോഗ് സിഗ്നലാക്കി മാറ്റും. അപ്പോൾ തിരിച്ച് നമുക്ക് എന്ത് തന്നെ കിട്ടും? ശബ്ദം തന്നെ കേൾക്കാനായിട്ട് പറ്റും. ഇതൊക്കെ നമ്മളൊരു മില്ലി മൈക്രോ സെക്കൻഡിനകത്താണ് നടക്കണേ. ഞാൻ ഇവിടുന്ന് ഹലോ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അവിടെ നിന്ന് കേൾക്കുന്നുണ്ട്. സോ അത്രയും ഫാസ്റ്റിലാണ് ഈ ഒരു കാര്യം റണ്ണ് ചെയ്യുന്നത് എന്ന് ഓർക്കാം. അപ്പം മോഡുലേറ്റർ എന്താ ചെയ്യണേ? അനലോഗ് സിഗ്നലിനെ ഡിജിറ്റൽ സിഗ്നലാക്കുന്നു. ഡീമോഡുലേറ്റർ എന്താണ്? ഡിജിറ്റൽ സിഗ്നലിനെ അനലോഗ് സിഗ്നലാക്കുന്നു. അപ്പോൾ ഒരു മോഡത്തിൻ്റെ ഇൻപുട്ട്, മോഡം എന്നെടുത്ത് ചോദിച്ചേക്കുക. ഒരു മോഡത്തിൻ്റെ ഇൻപുട്ട് അനലോഗ് സിഗ്നലാണ്, ഔട്ട്പുട്ട് എന്ത് തന്നെയാണ്? അനലോഗ് സിഗ്നലാണ്. ഇനി എടുത്ത് ചോദിച്ചു മോഡുലേറ്ററിന്റെ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട്. മോഡം എന്ന് പറയുന്നത് മോഡുലേറ്ററും ഉണ്ട്, ഡീമോഡുലേറ്ററും ഉണ്ട്. ഇപ്പോൾ ഇവിടെ നോക്കിയേ, ഞാൻ ഒരു മോഡം വരയ്ക്കുവാണെങ്കിൽ ഇതൊരു മോഡം ആണെന്ന് വെക്കാം. ജസ്റ്റ് നമുക്ക് നോക്കാം. നോക്കിയേ, ഇതൊരു മോഡം പോർഷൻ ആണെന്ന് വെക്കുക. ഇതാണ് ഒരു മോഡം. ഇതിൻ്റെ രണ്ട് പോർഷനുണ്ട്. ഇത് മോഡുലേറ്റർ പോർഷനും ഇത് ഡീമോഡുലേറ്റിംഗ് പോർഷൻ. അപ്പം എന്ത് ചെയ്തു? സിഗ്നൽ വന്ന സിഗ്നൽ എന്താണ്? അനലോഗ് സിഗ്നൽ ആണ് അല്ലേ. അനലോഗ് സിഗ്നലാണ്. അപ്പം ഈ അനലോഗ് സിഗ്നലിനെ മോഡുലേറ്റർ സൈഡ് എന്ത് ചെയ്യും? മോഡുലേറ്റർ എന്ത് ചെയ്യും? എന്താക്കും? മോഡുലേറ്റർ എന്താ ചെയ്യുന്നത്? ഇവിടെ എന്താക്കും? ഡിജിറ്റൽ ആക്കും. ഈ ഡിജിറ്റൽ സിഗ്നലിനെയാണ് എവിടെ വരുന്നത്? ഡീമോഡുലേറ്ററിൽ കിട്ടുന്നത്. അപ്പം ഡീമോഡുലേറ്റർ എന്ത് ചെയ്യും? ആ ഡിജിറ്റൽ സിഗ്നലിനെ പിന്നെ എന്താക്കും? അനലോഗ് ആക്കി മാറ്റും. സോ നമുക്ക് മോഡത്തിന്റെ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് എന്താണ്? അനലോഗ് ആണ്. മോഡുലേറ്ററിന്റെ ഇൻപുട്ട് അനലോഗ് സിഗ്നലും ഔട്ട്പുട്ട് ഡിജിറ്റൽ സിഗ്നലും ആണ്. ഡീമോഡുലേറ്ററിന്റെ ഇൻപുട്ട് ഡിജിറ്റൽ സിഗ്നലും ഔട്ട്പുട്ട് അനലോഗ് സിഗ്നലും സ്പെസിഫൈ ചെയ്ത് പഠിക്കാനായിട്ട് അറിയണം. ഓക്കെ, മോഡത്തിന്റെ എന്ന് പറയുമ്പോൾ മോഡത്തിനകത്ത് മോഡുലേറ്റിംഗും ഉണ്ട്, ഡീമോഡുലേറ്റിംഗും ഉണ്ട്. നമ്മൾ സംസാരിക്കുവാണെങ്കിൽ മോഡം എന്ത് ചെയ്യും? അനലോഗ് സിഗ്നലിനെ എന്താക്കും? ഡിജിറ്റൽ ആക്കും. അപ്പം മോഡം എന്തായിട്ടാണ് വർക്ക് ചെയ്യുന്നത്? മോഡുലേറ്റർ ആയിട്ടാണ് വർക്ക് ചെയ്യണേ. ഇനി നമ്മൾ കേൾക്കുവാണ്, ഫോണിൽ സംസാരിച്ചത് കേൾക്കുവാണ്. അപ്പം എന്താക്കണം? വന്നിട്ടുള്ള ഡിജിറ്റൽ സിഗ്നലിനെ അനലോഗ് ആക്കണം. അപ്പം മോഡം എന്തായിട്ട് ആക്ട് ചെയ്യും? ഡീമോഡുലേറ്റർ ആയിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ രണ്ടും എവിടെ പോസിബിൾ ആണ്? മോഡത്തിനകത്ത് പോസിബിൾ ആണ്. മോഡുലേറ്റിംഗ് സൈഡാണ് അനലോഗ് സിഗ്നലിനെ ഡിജിറ്റൽ ആക്കുന്നത്. ഡീമോഡുലേറ്റിംഗ് സൈഡാണ് ഡിജിറ്റൽ സിഗ്നലിനെ എന്താക്കി മാറ്റുന്നത്? അനലോഗ് സിഗ്നലാക്കി മാറ്റുന്നത്. അപ്പോൾ അത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഇറ്റ് ഇസ് എ ഡിജിറ്റൽ ടു അനലോഗ് ആൻഡ് അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടർ ആണ്. മോഡുലേറ്റർ ആൻഡ് ഡീമോഡുലേറ്റർ എന്നുള്ളതാണ് അതിൻ്റെ ഫുൾ ഫോം വരുന്നത്. ഇനി അതിൻ്റെ സ്പീഡ് അളക്കുന്നത് ഞാൻ പറഞ്ഞു മില്ലി മൈക്രോ നാനോ സെക്കൻഡ്സിലാണ് നമുക്ക് റിസൾട്ട് കിട്ടുന്നത്. സോ അതിൻ്റെ സ്പീഡ് അളക്കുന്നത് ഒരു സെക്കൻഡിൽ എത്ര ബിറ്റ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പം എന്താണ് BPS എന്ന് പറഞ്ഞ ഫുൾ ഫോം എന്താണ്? ബിറ്റ്സ് പെർ സെക്കൻഡ്. അപ്പം മോഡത്തിൻ്റെ സ്പീഡ് അളക്കുന്ന യൂണിറ്റ് എന്താണ്? ബിറ്റ്സ് പെർ സെക്കൻഡ് ആണ്.
ക്ലിയർ ആണല്ലോ? മോഡത്തിന്റെ സ്പീഡ് അളക്കുന്ന യൂണിറ്റ് ബിറ്റ്സ് പെർ സെക്കൻഡ് ആണ്. ആദ്യത്തെ മോഡം എന്ന് പറയുന്നത് ബെൽ 103 ആണ്. ഓക്കെ, ഈ ബെൽ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? സിയും C++ ഒക്കെ എവിടെ നിന്നാണ് ഉണ്ടായേക്കണേ? AT&T ബെൽ ലാബ്സ് ആണല്ലോ. അതേ AT&T ബെൽ ലാബ്സിൽ നിന്ന് തന്നെയാണ് ഫസ്റ്റ് മോഡം വന്നേക്കണേ. ക്ലിയർ അല്ലേ? ഓക്കെ, ദെൻ അടുത്തതാണ് ഏതൊക്കെ ടൈപ്പ് ആണ് നമുക്ക് അറിഞ്ഞിരിക്കണം. ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി. മോഡത്തിന്റെ ഡിഫറെന്റ് ടൈപ്പുകളാണ് DSL മോഡം, ADSL മോഡം, ISDN മോഡം, കേബിൾ മോഡം, സാറ്റലൈറ്റ് മോഡം, ബ്രോഡ്ബാൻഡ് മോഡം. ഇങ്ങനെ 6 എണ്ണം ഉണ്ട്, 6 മോഡം ഉണ്ട്. ഈ 6 മോഡം എന്തൊക്കെയാണ് ഏതൊക്കെയാണെന്നാണ് നെക്സ്റ്റ് നമ്മൾ നോക്കണേ. ടൈപ്പ് ഓഫ് മോഡം. ആദ്യത്തേതാണ് DSL മോഡം. DSLന്റെ ഫുൾ ഫോം പഠിക്കണം. എന്താണ്? ഡിജിറ്റൽ സബ്സ്ക്രൈബർ ലൈൻ മോഡം. ഓക്കെ, ഡിജിറ്റൽ സബ്സ്ക്രൈബർ ലൈൻ മോഡം. DSL മോഡം മീൻസ് ഡിജിറ്റൽ സബ്സ്ക്രൈബർ ലൈൻ മോഡം. എന്താണ്? സാധാരണ ഡയലപ്പ് കണക്ഷനേക്കാളും കൂടുതൽ സ്പീഡ് തരുന്നതാണ് DSL മോഡം. ഡയലപ്പ് കണക്ഷൻ്റെ ഒക്കെ നോട്ട് നേരത്തെ തന്നിട്ടുണ്ട്, നെറ്റ്വർക്കിംഗ് ഡിവൈസ് എന്നുള്ള രീതിയിൽ കേട്ടോ. ജസ്റ്റ് ഒക്കെ അത് വായിച്ചു നോക്കാം. ഇതൊക്കെ വായിച്ചു നോക്കേണ്ട ടോപ്പിക്കുകളാണ്. അപ്പോൾ DSL മോഡത്തിന്റെ ഫുൾ ഫോം പഠിച്ചു വെക്കുക. ഡിജിറ്റൽ സബ്സ്ക്രൈബർ ലൈൻ മോഡം എന്നുള്ളതാണ് DSL മോഡത്തിന്റെ ഫുൾ ഫോം. നെക്സ്റ്റ് എന്താണ്? ADSL മോഡം. ADSL എന്നുള്ളത് നോക്കുക, അസിമെട്രിക് ഡിജിറ്റൽ ലൈൻ മോഡം. എന്താണ്? ഈക്വൽ ഡയറക്ഷൻ ബൈ ഡയറക്ഷനിൽ എന്താണ് ഈക്വൽ സ്പീഡ് പ്രൊവൈഡ് ചെയ്യുന്ന മോഡമാണ് ADSL അഥവാ അസിമെട്രിക് ഡിജിറ്റൽ ലൈൻ മോഡം എന്ന് പറയുന്നത്. ജസ്റ്റ് പേര് ഓർത്തിരുന്നാൽ മതി. DSL ഡിജിറ്റൽ സബ്സ്ക്രൈബർ ലൈൻ മോഡം, ADSL അസിമെട്രിക് ഡിജിറ്റൽ ലൈൻ മോഡം എന്നുള്ളത് ഓർത്തിരിക്കുക. രണ്ട് സ്ഥലത്തേക്ക്, അതായത് ഡാറ്റ സെൻഡ് ചെയ്യുമ്പോഴാവട്ടെ ഡാറ്റ റിസീവ് ചെയ്യുമ്പോഴാവട്ടെ ഈക്വൽ സ്പീഡാണ് പ്രൊവൈഡ് ചെയ്യുക. ആര്? ADSL മോഡം. അതായത് അസിമെട്രിക് ഡിജിറ്റൽ ലൈൻ മോഡം ബൈ ഡയറക്ഷനിൽ എന്താണ് പ്രൊവൈഡ് ചെയ്യുന്നത്? ഈക്വൽ സ്പീഡാണ് പ്രൊവൈഡ് ചെയ്യാം. ക്ലിയർ? ദെൻ അടുത്തത് നോക്കുക, ISDN മോഡം. ISDN മോഡമാണ് ടെലഫോൺ വഴിയുള്ള ഇന്റർനെറ്റ് സാധ്യമാക്കുന്നത്. ഓക്കെ, ടെലഫോൺ കേബിൾ വഴിയുള്ള ഇന്റർനെറ്റ് സാധ്യമാക്കുന്നത് ISDN മോഡമാണ്. ISDNന്റെ ഫുൾ ഫോം അറിഞ്ഞിരിക്കണം. ചോദിച്ച് കണ്ടിട്ടുള്ളത് പണ്ടൊട്ടേയുള്ള ചോദ്യങ്ങളാണ്. വാട്ട് ഇസ് ദ ഫുൾ ഫോം ഓഫ് ISDN? ഇന്റഗ്രേറ്റഡ് സർവീസ് ഡിജിറ്റൽ നെറ്റ്വർക്ക് എന്നുള്ളതാണ് ISDNന്റെ ഫുൾ ഫോം. എന്താണ്? ഇന്റഗ്രേറ്റഡ് സർവീസ് ഡിജിറ്റൽ നെറ്റ്വർക്ക്. ഇനി ഞാൻ പറഞ്ഞു ടെലിഫോണിലൂടെ ഇന്റർനെറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന മോഡമാണ് ISDN മോഡം. അപ്പോൾ DSLന്റെ ഫുൾ ഫോം ഓർത്തെ, ഡിജിറ്റൽ സബ്സ്ക്രൈബർ ലൈൻ മോഡം. ADSLോ അസിമെട്രിക് ഡിജിറ്റൽ ലൈൻ മോഡം. ഇനി ISDNോ എന്താണ്? ഇന്റഗ്രേറ്റഡ് സർവീസ് ഡിജിറ്റൽ നെറ്റ്വർക്ക്. ISDN ഇന്റഗ്രേറ്റഡ് സർവീസ് ഡിജിറ്റൽ നെറ്റ്വർക്ക്. ക്ലിയർ അല്ലേ? ഈ 3 എണ്ണം ഒക്കെയാണല്ലോ. ഇനി ഇപ്പോൾ നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നതാണ് ഒരെണ്ണമാണ് കേബിൾ മോഡം. കേബിൾ മോഡത്തിനകത്ത് എന്താണ്? കേബിൾ TVക്കകത്തെ റേഡിയോ ഫ്രീക്വൻസിയാണ്. കേബിൾ TV കണക്ഷനകത്തെ റേഡിയോ ഫ്രീക്വൻസി വേവ്സ് ഉപയോഗിച്ചുകൊണ്ടാണ് കേബിൾ മോഡം വർക്ക് ചെയ്യുന്നത്. അതായത് നമ്മൾ കേബിൾ TVയുടെ അതുവഴി വരുന്ന ഇന്റർനെറ്റ് കണക്ഷൻ ഉണ്ടല്ലോ. ഓക്കെ, അപ്പോൾ ഇന്റർനെറ്റ് കണക്ഷൻ ഈസ് പ്രൊവൈഡഡ് വിത്ത് ദി ഹെൽപ്പ് ഓഫ് എ റേഡിയോ ഫ്രീക്വൻസി വേവ് ഇൻ കേബിൾ TV കണക്ഷൻ. കേബിൾ TV കണക്ഷനകത്ത് റേഡിയോ ഫ്രീക്വൻസി വേവ്സ് ഉണ്ട്. ആ റേഡിയോ ഫ്രീക്വൻസി വേവ്സിന്റെ സഹായത്തോടെ ഇന്റർനെറ്റ് കണക്ഷൻ സാധ്യമാക്കി തരുന്ന മോഡമാണ് എന്ത്? കേബിൾ മോഡം. കേബിൾ മോഡം എന്ന് കേൾക്കുമ്പോൾ ഓർത്താൽ മതി, കേബിൾ TV കണക്ഷനകത്ത് റേഡിയോ ഫ്രീക്വൻസി വേവിനകത്തുനിന്ന് നെറ്റ്വർക്ക് കണക്ട് ചെയ്ത് തരുന്നതാണ്. ഓക്കെ, ISDN ആണെങ്കിലോ ടെലഫോൺ വഴിയാണ്. ക്ലിയർ അല്ലേ? ISDN ടെലഫോൺ വഴിയാണ്. കേബിൾ ആണെങ്കിലോ കേബിൾ TV നെറ്റ്വർക്ക് വഴി വരുന്ന ആ ഒരു കണക്ഷൻ ഉപയോഗിച്ച് അതിനകത്ത് റേഡിയോ ഫ്രീക്വൻസി വേവ് ഉപയോഗിച്ച് വരുന്ന ഇന്റർനെറ്റ് കണക്ഷനാണ് കേബിൾ മോഡം. ദെൻ അടുത്തതാണ് മൊബൈൽ ബ്രോഡ്ബാൻഡ് മോഡം. നമ്മൾ പറഞ്ഞു നെറ്റ് ഡോങ്കിൾ, നെറ്റ് സെറ്റർ. ഓക്കെ, അപ്പൊ അതൊക്കെ നമ്മൾ ഇവിടെ പറഞ്ഞതാണ്. USB നെറ്റ് ഡോങ്കിൾ അഥവാ നെറ്റ് സെറ്റർ, മോസ്റ്റ് കോമൺലി നോൺ ആസ് നെറ്റ് സെറ്റർ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ലേറ്റസ്റ്റ് പെരിഫറൽ യൂണിറ്റിനകത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ ഒരു മോഡം ഏത് ടൈപ്പിലാണ് വരുന്നത്? മൊബൈൽ ബ്രോഡ്ബാൻഡ് മോഡം. അതായത് നമ്മളെ നെറ്റ് സെറ്റ് ഉണ്ടാവുമല്ലോ, USB കണക്ക് ഒരു ചെറിയൊരു ബാറാണ്, അതിനകത്ത് സിം ഇട്ടിട്ട് റീചാർജ് ചെയ്തിട്ട് യൂസ് ചെയ്യുന്നത്. മൊബൈൽ ബ്രോഡ്ബാൻഡ് മോഡത്തിന് എക്സാമ്പിൾ ആണ് നെറ്റ് സെറ്റർ, അല്ലെങ്കിൽ ആ ഒരു ടൈപ്പാണ് നെറ്റ് സെറ്റർ എന്ന് പറയാം. നെറ്റ് സെറ്ററിന്റെ തന്നെ വേറെ പേരാണ് USB നെറ്റ് ഡോങ്കിൾ. ഓക്കെ, USB നെറ്റ് ഡോങ്കിൾ എന്നുള്ളത് എന്തിന്റെ വേറെ പേരാണ്? മൊബൈൽ ബ്രോഡ്ബാൻഡിന്റെ വേറെ പേരാണ്. ക്ലിയർ അല്ലേ? അടുത്തതാണ് സാറ്റലൈറ്റ്. അതിനു മുമ്പായിട്ട് ഈ ഒരു മൊബൈൽ ബ്രോഡ്ബാൻഡ് മോഡം എന്ന് പറയുന്നത് ഒരു വയർലെസ് മോഡം കാറ്റഗറിയാണ്.
വയർലെസ് കാറ്റഗറി ആണ്. നെക്സ്റ്റ് വരുന്നതാണ് സാറ്റലൈറ്റ് മോഡം. ഓക്കെ, സാറ്റലൈറ്റ് മോഡം എന്താണ്? സാറ്റലൈറ്റിനകത്തെ റേഡിയോ വേവുകൾ ഉപയോഗിച്ച്, സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷനകത്തെ റേഡിയോ വേവുകൾ ഉപയോഗിച്ച് എന്താണ് ഡിജിറ്റൽ ടു അനലോഗ് ആൻഡ് അനലോഗ് ടു ഡിജിറ്റൽ കൺവേർഷൻ സാധ്യമാക്കി ഇന്റർനെറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന പരിപാടിയാണ് സാറ്റലൈറ്റ് മോഡം. അപ്പൊ 6 ടൈപ്പ് മോഡം ഒന്ന് ഓർത്ത് നോക്കിയേ. DSL ഉണ്ട്, ADSL ഉണ്ട്, ISDN ഉണ്ട്, ഇപ്പൊ പറഞ്ഞ കേബിള്, മൊബൈൽ ബ്രോഡ്ബാൻഡ്, അതുപോലെ തന്നെ എന്താണ് സാറ്റലൈറ്റ്. ക്ലിയർ? അപ്പൊ മോഡം എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് ക്ലിയർ ആണ്. ദെൻ നെക്സ്റ്റ് ആണ് എന്തെന്ന് പറയുന്നേ, ഹബ്ബ്. ഓക്കെ, ഹബ്ബ് ഞാൻ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് ഇടാം, അതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ.